ഖുവ്വത്തി 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 മൈ പവർ. ഖുവ്വത്തി എൻ്റെ ശക്തി. ഖുവ്വത്തി. അപ്പോൾ അവസാനം ഈ നീട്ടുന്നതിനെല്ലാം എൻ്റേത് എൻ്റെ എന്നുള്ള അർത്ഥമാണ്. എപ്പോഴും ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ഖുർആൻ ഓതുമ്പോൾ അവസാനം നീട്ടില്ലെങ്കിൽ നീട്ടി വായിക്കരുത്. നീട്ടിയാൽ എൻ്റേതെന്നുള്ള അർത്ഥം വരും. ഉദാഹരണം പറയാ, ഖുർആൻ ഓദിക്കുന്ന ഞാൻ കേട്ടിട്ടുണ്ട് ഉസ്താദന്മാർ ഖലഖസ്സമാവാതി എന്ന് പറഞ്ഞു കൊടുക്കും. അത് തെറ്റാണ്. കാരണം എന്തുവാ, എൻ്റേതെന്നുള്ള അർത്ഥമാണ് പറയുന്നത്. ഉസ്താദന്മാർ നിർത്തി പദങ്ങൾ ഖുർആൻ മുറിച്ച് ഓതാൻ പാടില്ല. പക്ഷെ പഠിപ്പിക്കുന്ന സമയത്ത് പദങ്ങൾ പരിചയം നല്ല ഉറപ്പ് വരുത്താൻ വേണ്ടി നിർത്തി പറഞ്ഞു കൊടുക്കാറുണ്ട് ഓരോ പദങ്ങളും. പക്ഷെ അതിനകത്തിൽ ആ പദത്തിൽ തെറ്റ് വരുന്നതായിട്ട് എൻ്റെ അനുഭവത്തിലുണ്ട്. അതായത് ഖലഖസ്സമാവാതി, അവിടെ ഖലഖസ്സമാവാതി എന്നേ ഉള്ളു. പക്ഷെ അവിടെ ഖലഖസ്സമാവാതി എൻ്റെ ആകാശം എന്ന അർത്ഥം വരുന്നത്. വൽ അർളി എന്നൊക്കെ ഉസ്താദന്മാർ ഖുർആൻ ഓതിപ്പിക്കുക. വൽ അർളി എന്ന് നിർത്തി പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കുന്ന കേൾക്കുന്നുണ്ട്. അതിൻ്റെ അർത്ഥം എന്തുവാ? വൽ അർളി ഭൂമിയും, ഖലഖസ്സമാവാതി ആകാശത്തെ സൃഷ്ടിച്ചു, വൽ അർളി ഭൂമിയെയും സൃഷ്ടിച്ചു. പക്ഷെ ആ സ്ഥാനത്ത് അവസാനം നീട്ടി ഉസ്താദന്മാർ പഠിപ്പിക്കുക. എല്ലാവരെയും ഞാൻ പറയുന്നില്ല, ഏതാണ്ട് 1% ആളുകൾക്ക് ഈ തെറ്റ് വരുന്നുണ്ട്. അവസാനം നീട്ടിപ്പോയാൽ എൻ്റേതെന്നുള്ള അർത്ഥമാണ് വരുന്നത്. ഒരു കാരണവശാലും നീട്ടില്ലെങ്കിൽ നീട്ടരുത്. അന്നേരം ഖലഖസ്സമാവാതി ആകാശത്തെ സൃഷ്ടിച്ചു, സൃഷ്ടിച്ചു, ഖലഖസ്സമാവാതി എൻ്റെ ആകാശത്തെ സൃഷ്ടിച്ചു എന്നാ ആ വാക്കിൻ്റെ അർത്ഥം. അതില്ല, അങ്ങനെ പറയരുത്. ഖലഖസ്സമാവാതി തീ എന്ന് പറയരുത്. ഖലഖസ്സമാവാതി വൽ അർളി അങ്ങനെ പറയരുത്. മൈ എന്നുള്ള അവിടെ അർത്ഥമാണ്. മൈന മൈ എൻ്റേതെന്നുള്ള അർത്ഥമാണ്. അങ്ങനെ വരാൻ പാടില്ല. ഖലഖസ്സമാവാതി വൽ അർളി, ഖലഖസ്സമാവാതി വൽ അർളി തീന്നേ ഉള്ളൂ. തീന്ന് നീട്ടിയാൽ എൻ്റേതെന്നുള്ള അർത്ഥമാണ്. അത് വരരുത്, അവസാനം നീട്ടരുത്, ശ്രദ്ധിക്കണം. ഖലഖസ്സമാവാതി എൻ്റെ ആകാശത്തെ സൃഷ്ടിച്ചു, വൽ അർളി എൻ്റെ ഭൂമിയെയും സൃഷ്ടിച്ചു. എന്ത് തെറ്റാ വിളിച്ചു പറയുന്നത്, എന്ത് അബദ്ധമാണ്. എത്രയോ കുട്ടികൾ പഠിച്ചു വച്ചിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ പഠനം, അത് തെറ്റാ, അത് വരരുത്. അന്നേരം വെറും നീട്ടില്ലെങ്കിൽ നീട്ടാതെ തന്നെ വായിക്കണം. നീട്ടുണ്ടെങ്കിൽ എൻ്റേതെന്നുള്ള അർത്ഥം വരും, നീട്ടി വായിക്കുകയും വേണം. ഖുവ്വത്തി എൻ്റെ ശക്തി, എൻ്റെ പവർ. ഖുവ്വത്തി മൈ പവർ, എൻ്റേതെന്ന നീട്ടി പറഞ്ഞ ഉണ്ടോ, എൻ്റേതെന്ന അർത്ഥം. ഖുവ്വത്തി ഇക്റാമി, ഇക്റാമുൻ ബഹുമാനം. ഇക്റാമി എൻ്റെ ബഹുമാനം ഉണ്ടോ. ഖുവ്വത്തുൻ ശക്തി, ഖുവ്വത്തി എൻ്റെ ശക്തി എന്നർത്ഥം. ഖുവ്വത്തി ഇവിടെ നീട്ടുണ്ട്. ഖുവ്വത്തി ഇക്റാമി സുഹബത്തി എൻ്റെ സഹവാസം, എൻ്റെ സഹകരണം. സുഹബത്തി അവിടെ എല്ലാം എൻ്റേത്. മൈ എന്നുള്ള അർത്ഥമാണ്. മൈ ആ ഇതിൻ്റെയൊക്കെ അർത്ഥമാണ് സുഹബത്തി. ഖുവ്വത്തി ഇക്റാമി സുഹബത്തി ജമാലി മൈ ബ്യൂട്ടിഫുൾ എൻ്റെ ഭംഗി എന്നർത്ഥം.
ജമാലീ എൻ്റെ ഭംഗി, എൻ്റെ ഭംഗി എന്നാ. ജമാലുൻ ഭംഗി, ജമാലീ ജമാലീ എൻ്റെ ഭംഗി എന്നാ. ജമാലീ ഇവിടെ എല്ലാം നീട്ടുണ്ട് അവസാനം, എൻ്റേതെന്നുള്ള അർത്ഥവുക. ലിസാനീ 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 എൻ്റെ നാവ്. ഇതിന് രണ്ടർത്ഥമുണ്ട്, ഭാഷയെന്നും ഉള്ള അർത്ഥമുണ്ട്. ലിസാനുൻ ഭാഷയെന്നും ലിസാന് നാവെന്നും ഉള്ള അർത്ഥമുണ്ട്. ലിസാനീ സിന്നീ 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 ലൗനീ ലൗനീ ജമാലീ ജമാലീ ലിസാനീ സിന്നീ ലൗനീ. അജിസീ എൻ്റെ അശക്തത, ശക്തിയില്ലായ്മ. അജിസീ എൻ്റെ ബലഹീനത. കണ്ട, ഇതെൻ്റെ എല്ലാം അർത്ഥം, ഈ അവസാനം നീട്ടുന്നതിൻ്റെ എല്ലാ അർത്ഥം എൻ്റേതെന്ന അർത്ഥം. അജിസീ ഹയാത്തീ ഹ യാ എന്നുള്ളതിൻ്റെ അലിഫിൻ്റെ സ്ഥാനത്ത് വാവിനെ എഴുതിയേക്കുന്നത്. ഇവിടെ ചെറിയ അലിഫ് എഴുതാറില്ല, ഞാൻ നിങ്ങൾ പഠിക്കുന്നവരായതുകൊണ്ടൊന്ന് സൂചനയ്ക്ക് വേണ്ടി എഴുതിയേക്കുന്നതേ ഉള്ളൂ. ഹയാത്തീ എൻ്റെ ജീവിതം. ഹയാത്തീ ഹയാത്തീ ഇസ്മീ മൈ നെയിം. ഇസ്മുൻ ഇസ്മുൻ നെയിം. ഇസ്മീ മൈ നെയിം. ഇസ്മീ ഇസ്മീ അംദീ 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 എൻ്റെ കാര്യം. മൗത്തീ മൗത്തീ മൗത്തുൻ മരണം. മൗത്തീ എൻ്റെ മരണം, എൻ്റെ മരണം. മൗത്തീ എൻ്റെ മരണം. സുജൂദീ സുജൂദീ എൻ്റെ സുജൂദ്. സുജൂദീ ഹിഫ്ളീ ഹിഫ്ളീ എൻ്റെ മനപ്പാടം. കണ്ടോ, ഹിഫ്ളുൻ ബൈ ഹാർട്ട്, മൈ ബൈ ഹാർട്ട്, എൻ്റെ കാണാപ്പാടം. ഹിഫ്ളീ എൻ്റെ മനപ്പാടം. ഹിഫ്ളീ ഹിഫ്ളീ അബ്കീ അബ്കീ എൻ്റെ കരച്ചിൽ. കണ്ടോ, എല്ലാം മൈ എന്നുള്ള ലാസ്റ്റ് അതിൻ്റെ അർത്ഥം എൻ്റേതെന്നുള്ള അർത്ഥമാണ്. അബ്കീ മൗത്തീ മൗത്തീ സുജൂദീ ഹിഫ്ളീ അബ്കീ. ഖുവ്വത്തീ ഖുവ്വത്തീ ഇക്റാമീ ഇക്റാമീ സുഹ്ബത്തീ സുഹ്ബത്തീ ജമാലീ ജമാലീ ലിസാനീ ലിസാനീ സിന്നീ സിന്നീ ലൗനീ ലൗനീ അജിസീ അജിസീ
ഹയാത്തി ഹയാത്തി ഇസ്മി ഇസ്മി അംരി അംരി മൗത്തി മൗത്തി സുജൂദി സുജൂദി ഹിഫ്ലി ഹിഫ്ലി അബ്കി അബ്കി. ഒരു പ്രാവശ്യം കൂടെ വായിച്ചു തരും. ഈ പദത്തിൻ്റെ ലാസ്റ്റ് കാണുന്നിടത്ത് യാന് ഈ പുള്ളി കൊടുക്കാറില്ല സാധാരണ. ഇപ്പം ഞാനിത് കൊടുത്തേക്കുന്നത് എന്തിനാണെന്ന് നിങ്ങൾ ചോദിച്ചേക്കാം. എന്നാൽ പിന്നെ പുള്ളി ഇല്ലെങ്കിൽ ഇത് എന്തിനാണ് കൊടുത്തേക്കുന്നതെന്ന് ചോദിച്ചാൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ആദ്യം ഇതൊന്നും മനസ്സിലാകണം. ആദ്യം പുള്ളി കൊടുത്ത് തന്നെ മനസ്സിലായോ? ഈ പോയിൻ്റ് കൊടുത്ത് തന്നെ പഠിപ്പിക്കണം ആദ്യം. പഠിച്ചു കഴിയുമ്പോൾ പിന്നെ ലാസ്റ്റ് യാൻ്റെ പുള്ളിയെ എഴുതാറില്ല. എഴുതിയാൽ തെറ്റൊന്നുമില്ല, എഴുതാറില്ല സാധാരണ. ലാസ്റ്റ് വരുന്ന യാന്, അവസാനം വരുന്ന യാന് ഈ പുള്ളി കൊടുക്കാറില്ല. ഒരു പ്രാവശ്യം കൂടെ വായിച്ചു തരും. ഉവ്വത്തി ഇക്റാമി സുഹബത്തി ജമാലി ലിസാനി സിന്നി ലൗനി അജ്സി ഹയാത്തി ഇസ്മി അംരി മൗത്തി സുജൂദി ഹിഫ്ലി അബ്കി